ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ 3-4 അസീൽ ഇനത്തിൽപ്പെട്ട കോഴികളെ വാങ്ങിയിട്ടുള്ളത്. ആകെ 4 കോഴികളെയാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള അസീൽ കോഴികളെ ലഭ്യമല്ലാതിരുന്നത് കൊണ്ട് അല്പം ദൂരം നിന്നാണ് നമ്മൾ ഈ കോഴികളെ വാങ്ങിയിട്ടുള്ളത്. 3 പിടക്കോഴികളിൽ ഒരു പൂവൻ കോഴിയുമാണ് നമ്മളിപ്പം വാങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ അസീൽ കോഴിയൊന്നും വളർത്തി പരിചയമില്ല. എന്നാലും കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അസീൽ ഇനത്തിൽപ്പെട്ട കോഴികളെ വളർത്തുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു 4 കോഴികളെ വാങ്ങിയിട്ടുള്ളത്. ഈ 3 പിടയാണുള്ളത്. അതിൽ 2 പിടക്കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു റൗണ്ട് മുട്ട ഇട്ടതിന് ശേഷമാണ്, മുട്ടയിട്ട് അടയായതിന് ശേഷമാണ് ഞാൻ ഈ കോഴികളെ വാങ്ങിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ 2ാമത്തെ റൗണ്ട് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 2 കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. ഈ 3 പിടക്കോഴികളിൽ ഒരെണ്ണം അത്ര ഒറിജിനലല്ല, അത് അല്പം ക്രോസ് ബ്രീഡാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് എത്രമാത്രം ഒറിജിനലാണ്, ക്രോസ് ആണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനെ കൊണ്ടൊക്കെ സാധിക്കും. ഞാൻ വിചാരിക്കുന്നത് അല്പം ക്വാളിറ്റിയുള്ള അസീൽ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ഉപകാരമായിരിക്കും. നമ്മൾ ഈ അസീൽ ഇനത്തിൽപ്പെട്ട കോഴികളെ മാത്രമല്ല മറ്റു കോഴികളെയൊക്കെ വളർത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ചില വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ BV380 കോഴികൾ അടയിരുന്ന കുഞ്ഞുങ്ങളെ വിരിയിച്ച കാര്യവും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൊട്ടക്കോഴികളെ നമ്മൾ കൂടിന് പുറത്തേക്ക് തുറന്നു വിടുന്നതും അത് സംബന്ധിച്ചൊക്കെ നമ്മൾ ധാരാളം വീഡിയോസ് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ദുബൈയിലായിരുന്ന സമയത്തായാലും അവിടെ വളർത്തിയിരുന്ന കോഴികളെ സംബന്ധിച്ചും അതിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. ഇപ്പം ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. അപ്പോൾ ആയപ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് മുട്ടക്കോഴി വളർത്തലിലേക്കും പിന്നെ ഈ അസീൽ വളർത്തലിലേക്കും ഒക്കെ തിരിയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള കോഴികളെ നമ്മുടെ കൂട്ടിലേക്ക് എത്തിക്കാനാണ്, വിവിധ തരത്തിലുള്ള കോഴികളെ നമ്മുടെ കൂട്ടിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട്. മുട്ടക്കോഴികളൊക്കെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അസീൽ ഇനത്തിൽപ്പെട്ട കോഴികളും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവയൊക്കെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ പുറകാലം ചെയ്യുന്നതായിരിക്കും. കുറേ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി ഇടയ്ക്ക്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനിടയ്ക്ക് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇനി തുടർന്ന് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഈ കോഴികൾ മുട്ടയിട്ട് അടയിരിക്കുന്നതും അതിന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതും മറ്റ് കോഴിക്കുഞ്ഞുങ്ങളെ പറ്റിയും